കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംഭവമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ചൂട് മൂത്തപ്പോഴാണ് നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് തോന്നിയത്. നല്ല കൊടും ചൂടാണല്ലോ. അപ്പോൾ ഈ ചൂടത്ത് പറഞ്ഞു ചെയ്താൽ എങ്ങനെ തോന്നുന്നു? ഈ ചൂടത്ത് വെള്ളത്തിലിറങ്ങി ചൂട് മൂക്കുമ്പോൾ വെള്ളത്തിലിറങ്ങി കിടക്കാൻ വേണ്ടി നമ്മുടെ മുറ്റത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനും അന്നമോളും കൂടി വിദഗ്ധമായിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണതല്ല. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ അനുവാദം ഇല്ലാണ്ട് ഇവിടെ കേട്ട് ഒരു പാര വെച്ച് കുത്തിയ അപ്പച്ചൻ ചീത്ത വിളിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പച്ചൻ്റെ അനുവാദം മേടിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനായിട്ട്. കുഴിച്ച് ഇതിടിഞ്ഞ് പൊളിഞ്ഞ അതിനകത്ത് ചെല്ലാണ്ടിരുന്നാ മതി. ഇടം മണ്ണിന് ലൂസ് ഉണ്ടാക്കും. എനിക്കറിയാൻ പറ്റില്ല പൊളിഞ്ഞ് പോണേ ഇടം മണ്ണിന് ലൂസ് ഉണ്ടാക്കും. വെള്ള മണ്ണല്ല, തിക്കൻസ് കുറയും. ഒന്നാമത്തെ ഇവിടെ ഞാൻ മണ്ണിട്ട് അവിടെ ഞങ്ങള് ചെറുതായിട്ട് ബലപ്പെടുത്തും. സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ടാക്കണത് സിമെന്റ് ഒക്കെ ഇട്ട്. അപ്പൊ നമുക്ക് നല്ല കിടിലം കുറച്ച് പണിയാറുണ്ട് കേട്ടോ ഇത്തവണ. നീ ഇവിടുന്ന് ഇവൻ പഴയ പണിയാരനാണ്. പുതിയ ഒരു പണികാരത്തിയുണ്ട്. അന്നമ്മേ അത് കുത്തിപ്പൊക്ക്. ഈ സാധനം പൊക്കി മാറ്റണം നമുക്ക്. അയ്യോ അതിന് നോവും. അത് തന്നെ ഇവളെ ആളും നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല. പവിനെ നീ ജിമ്മി പോണൊക്കെ ഒന്ന് കാണിച്ചേ, പവർന്ന് കാണിച്ചേ. ഇത് നമുക്ക് അങ്ങനെയല്ല അന്നമ്മേ. ഒരു കല്ലട വെച്ച് കൊടുക്ക് പവിനെ, അതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്ക്. പോകട്ടെ പിടിച്ചോ. എൻ്റെ അമ്മേ നമ്മൾ പഠിച്ച ജിമ്മ് പോരെ ഇവിടെ. മതി ഉരുട്ടിക്കൊണ്ട് പോകാനുള്ള. എൻ്റെ അമ്മ എന്ത് വെയിറ്റായിരുന്നു ഈ സാധനത്തിന്. ഇനി നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോകാം. പണിയാം ഇങ്ങനെ കറക്കി എടുത്തിട്ട് നമുക്ക് ഇത് ഉരുട്ടി ഇപ്പുറത്തോട്ട് ഇടാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാനും പവിനും കൂടിയിട്ട് വേണം ഇതിങ്ങനെ. അമ്മേ എടാ നമ്മളെ മണ്ടത്തിലൂടെ കാണിച്ചിട്ടിരിക്കണം. അത് ഇത്തിരി പൊക്കി വെച്ചിട്ട് ഉരുട്ടിയാ സുഖമായിട്ട് ഉരുട്ടാം. ഇവിടെ ആവശ്യത്തിന് ബുദ്ധി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പുറത്തുനിന്നൊന്നും മേടിക്കണില്ല. ഇത് നമുക്ക് അധികം പോണ്ട, ഇവിടെ തന്നെ ഇട്ടാൽ മതി. പവിനെ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് കണ്ടത് ഇങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനുള്ള വലിപ്പത്തിൽ. അന്നമ്മേ മാറ്റന്നമ്മേന്ന് എൻ്റെ പണിക്കാർക്കൊന്നും പവറില്ലെന്നാണ് തോന്നണത്. മൊത്തം കണ്ട ഇവള് ഭയങ്കര പവറാണല്ലേ ഇവള്. ഇവിടെ തന്നെ വെച്ചാൽ മതി. അത് നമുക്ക് ലാസ്റ്റ് എടുത്ത് മാറ്റാം. നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിത് ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പാടുന്നത്. ഇതിന് വരയിട്ട് ഇങ്ങനെ എടുക്കണം. മതിയേടാ ഇത്രയും കുറച്ച് കിടക്കണേ. നനച്ചിട്ട് വേണം കുത്തേണ്ടി വരും തോന്നണേട്ടാ ഇവിടെ. നമുക്ക് ഈ സൂര്യൻ പൊങ്ങി വരുന്നതിന് മുന്നേ രാവിലെയാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കണം കേട്ടോ. നമ്മൾ സൂര്യൻ പൊങ്ങി വരുന്നതിന് മുന്നേ വേണം നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തീർക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പടവാകും. കുളിക്കാൻ പറ്റുമോ നമുക്കിനകത്ത്? ശരിക്കും ഈ പൂഴി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണല്ലേടാ. നമ്മുടെ മുറ്റത്ത് സാധാരണ മറ്റേ ഇതിന് മുന്നേ മണ്ണാണ് സാധാരണ. നമ്മുടെ എന്താ പറയണ വെളുത്ത മണ്ണ് അല്ല കറുത്ത മണ്ണ്. ചെളിക്കുണ്ട. അതെ ഭയങ്കര ചെളിയായിരുന്നു. ഞങ്ങൾ പിന്നെ പൂഴിയൊക്കെ അടിച്ച്, പൂഴി എന്ന് പറയുന്നത് റെഡ് കളറിനെ ഞങ്ങൾ പൂഴി എന്നാണ് പറഞ്ഞിട്ടാ. റെഡ് കളറാണ്, ചുവപ്പ് മണ്ണിനാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ ചെളിയും പിന്നെ ഒരു കറുത്ത കളറിലെയും ഒരല്പം ചാര കളറിലെ മണ്ണൊക്കെ പിടിച്ച സ്ഥലമാണ്. അതിനെ നമ്മൾ പൂഴിയൊക്കെ അടിച്ച് ഇങ്ങനെയാക്കി. ഇനി നമ്മൾ പണി അറിയാൻ പാടില്ലാത്ത കുറച്ച് പണിയാരെ വെച്ചിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. നീ പണ്ടത്തെ പണിയാരനാണ്? അതുണ്ടാക്കിയപ്പോൾ നീ മൈക്കാടായിരുന്നു.
രണ്ടുപേരും ഇവിടെ അങ്ങനെയല്ലേ താനെ വെട്ടിയിട്ടത് ഇളക്കി മാറ്റേണ്ടതാണ് മമ്മട്ടി കൊണ്ട് ചെയ്യണത്. അത് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഒരു പ്ലാൻ ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ട ആയുധങ്ങൾ വെച്ച് വേണം ചെയ്യാനായിട്ട്. നീ പല്ല് വെച്ചിരിക്കണ്ടോ വന്നേക്കണത്? എടാ പ്രൊഫഷണൽ പണിയാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വെകിളി ഉണ്ടായാല ആദ്യം മര്യാദക്ക് നിന്ന് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാണ്ട് എന്ന് ചെയ്യണതാണ് പ്രൊഫഷണലിസം. നീ ചെയ്തിട്ട് പണി സാധനം തമ്മിൽ കൂട്ടിയിരിക്കാൻ കേട്ടാ. ഇതന്നെ ഇവൻ്റെ കൂടെ പണിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നീ ഒന്ന് മാറിത്തരാവാ രാജാവേ, ഞാനിവിടെ നിന്ന് ഇത് വെട്ടി കുഴിച്ചിട്ടേക്കാം മൊത്തം. രണ്ടാമത്തെ ദിവസം അല്ലടാ തന്നെ, ഇന്നലെയല്ല കുഴി തുടങ്ങിയത് നമ്മൾ. പിന്നെ ഇന്നലെ രാവിലെ പിന്നെ ഉച്ച വെയിലടിച്ചപ്പോൾ നമ്മൾ മാറിയുന്നത് രാത്രിയൊക്കെ പണിയായിരുന്നു. നമ്മളത് ഇത്ര ആഴത്തിലെത്തിയിട്ടടാ. ഞങ്ങളുടെ പഴയ വീട് കണ്ടതേ, പഴയ ഞങ്ങളുടെ വീടിന്റെ തറയാണ് നീ കാണുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും പൂഴിയൊക്കെ അടിച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കണായിരുന്നു. വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് തറ കണ്ട സന്തോഷത്തിൽ തന്നെ ഇരിക്കണായിരുന്നു. പക്ഷെ നമ്മളിത്തിരി പുറകാണെങ്കിൽ നമ്മുടെ സെറ്റ് ടീമാണേ. സെറ്റ് ടീം ഏതാ അന്നമ്മ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ. ആരാ ബിഗിനർ നീയാ? ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ ഇതേപോലെയൊക്കെ തന്നെയാണ്. അത് പണിയുടെ ഇടയ്ക്ക് പറഞ്ഞുതരാം എങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇനിയിപ്പം ഇന്ന് രാത്രി കൊണ്ടിട്ട് ഞങ്ങളിത് മൊത്തം കുഴി ഏകദേശം എടുക്കണം. അന്നമ്മ എടുക്കല്ലേ? നമ്മൾ എടുക്കുവാ അല്ലെ ഉറങ്ങാൻ പോവാ? ഇടാ റിച്ചു ഓക്കെ അല്ലേ? നമ്മുടെ സെറ്റ് ടീമാണ്. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലികളാണ് സംഭവം. അതിനിടക്ക് ആ ചാക്കോ ഇല്ലേ, ചാക്കോ അതിന്റെ അവൻ വന്ന് ഇവിടെ വേറെ ഒരു നമ്മളെക്കാളും വലിയൊരു കുഴി കുഴിച്ചിട്ട് പോയി കളഞ്ഞു ഇവിടെ. കണ്ട അവന് നോക്കിയപ്പോൾ അവന് കിടക്കാൻ പറ്റിയതല്ലോ. അവൻ വന്നൊരു കുഴിയൊക്കെ കുഴിച്ച് സെറ്റായിട്ടിട്ട് അവനെ കുഴിക്കാനെ പറ്റിയെങ്കിൽ അവൻ സൂപ്പറായിട്ട് കുഴിച്ചാണ്. അപ്പോൾ പെട്ടെന്ന് കുഴി കുഴിക്കട്ടെ നമ്മൾ. എൻ്റെ പൊന്നിനെ എന്തൊരു ബലവാണി സാധനത്തിന്. നിങ്ങളുണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ വിളിച്ചോ, നമ്മുടെ സെറ്റ് ടീമുമായിട്ട് ഞങ്ങൾ വരും. വലിയ കുഴിയൊക്കെ കുഴിച്ചിട്ട് കൊടുത്തിട്ട് പോകുമല്ലേ? അല്ലേടാ? ഇനി എവിടെയെങ്കിലും കോൺട്രാക്ട് എടുക്കാൻ പോണേ ഞങ്ങൾ കുഴി കുഴിച്ച് കൊടുക്കപ്പെടും. മുറ്റത്ത് കുളം വന്നത് കൊണ്ടേ ഇവന്മാർക്ക് വഴിയൊക്കെ മാറിപ്പോയി. അയ്യോ ഓടിപ്പോയി കൂട്ടിക്കറിയോ. ഗോ 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 ഓടാ പോയിക്കറ. അവന്മാർക്ക് എന്ത് കേറാനായിട്ട് ഇത്ര മടി. അടിവശമൊക്കെ ലെവലാക്കി. ഇത്രയും കുടിക്കുള്ളൂ. ഇത്രയും ചെറിയ കുടി കുഴിക്കണ കാര്യമോ ഞങ്ങൾ പറഞ്ഞതല്ലേ താനെ? ഏതാനെ പറഞ്ഞു കൊടുക്കണമെന്ന്. ഞങ്ങൾ 3 ദിവസം കൊണ്ടിട്ട് നിസ്സാരമായിട്ടൊന്നുമല്ല, 3 ദിവസം ഞങ്ങൾ നല്ല മൂക്കറായിട്ട് എടുത്ത കുഴിയാണ്. ഞാനല്ല ഇവന്മാര് ഇടയ്ക്കൊക്കെ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ അപ്പോഴും ഇവന്മാർക്ക് റെസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചപ്പോണ്ടല്ല കൃത്യസമയത്ത് ഇടിവെട്ടും മഴ. ഞാൻ ഓർത്ത സമയത്ത് വെള്ളമൊക്കെ നിറഞ്ഞ് കുളിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ എന്തായാലും ഈ പരുവത്തിൽ ഞാനും നമ്മുടെ ടീംസും സെറ്റ് ടീമാണ്. ഞങ്ങൾ സെറ്റ് ടീമായത് കൊണ്ടിട്ടാണ് വെറുതെ പുല്ല് പോലെ കുഴി കുഴിച്ചത്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിത് സ്വിമ്മിംഗ് പൂളാക്കാനുള്ള കുറേ പണികളിലാണ് നമ്മൾ ഏർപ്പെടാൻ പോണത്. ഈ വീഡിയോ ഞങ്ങളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും. മറ്റേ ഐഡിയ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ ഏറ്റവും അതന്നെ അത് ഏറ്റവും ചിലവ് കുറച്ചാണ്. ഞങ്ങൾ ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാമെന്നാണ്. കേരളത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതന്നെ അടുത്ത വീഡിയോ കാണണം. അപ്പം അടുത്ത വീട്ടിൽ കാണാം.